ഭയങ്കര ഒരു സങ്കടത്തിലാണ് നിൽക്കുന്നത്. അമ്മ ഇറങ്ങണേ. ടാറ്റാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഭയങ്കര ഒരു സങ്കടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾ ചിരിച്ചോണ്ടാണല്ലോ സംസാരിക്കുന്നത്, സങ്കടമൊന്നും തോന്നണില്ലല്ലോ എന്ന്. കരഞ്ഞോണ്ട് നിന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹെവി വർക്കിന് പോകുന്നു, അതിൻ്റെ വ്ളോഗും ഷോർട്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നും പറഞ്ഞ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഡിലീറ്റായിപ്പോയി. അതിൻ്റെ സങ്കടമാണ് കേട്ടോ. പക്ഷെ ഒരു ദിവസത്തെ ഡിലീറ്റായി പോയോളൂ. പക്ഷെ ആ ഒരു ദിവസമാണ് ഞാൻ ഇത്തിരി ആക്റ്റീവായിട്ട് നിന്ന് ആ വീഡിയോസ് എല്ലാം എടുത്തത്. രണ്ടാമത്തെ ദിവസം ഭയങ്കര ആക്റ്റീവൊന്നും അല്ലായിരുന്നു, കാരണം ഞാൻ തളർന്നായിരുന്നു. അപ്പോൾ എനിക്ക് ആ വീഡിയോ പോയതിൻ്റെ സങ്കടമാണ് കേട്ടോ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് പെൻഡ്രൈവിലോട്ട് മാറ്റുന്ന സമയത്ത് മൂവ് ചെയ്താണ് മാറ്റിയത്. പിന്നീട് ഞാൻ കയറി ചെക്ക് ചെയ്യാനും മറന്നു. മൂവ് ചെയ്യിക്കണേ ചെയ്തത്. അത് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ കയറി അതിനകത്ത് നോക്കിയതുമില്ല. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇത്രയും വലിയൊരു പ്രോബ്ലം വരില്ല. ഈ മൂവ് ചെയ്യിച്ചത് കൊണ്ട് എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. അത് കയറി ചെക്ക് ചെയ്യാനും പറ്റിയിരുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് വീഡിയോസും ആ ഒരു ദിവസത്തെ വീഡിയോസ് പോയി കേട്ടോ. ഞങ്ങൾ പോയത് കോട്ടയത്തായിരുന്നേ, നെല്ലിപ്പാറ. അവിടെ വെച്ചായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. ഗീതു എന്ന് പറഞ്ഞ ഒരാൾക്ക്, ആൾ വർക്ക് ചെയ്യണത് ഒമാനിലും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആൾ നമ്മളെ കോൺടാക്ട് ചെയ്തു. ഒരു ക്രിസ്ത്യൻ മേക്കോറിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ഗീതുവിൻ്റെ വീട്ടിൽ നിന്ന് തൊടുപുഴ എത്തണ്ട കേട്ടോ. അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മുമ്പായിട്ടായിരുന്നു നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൾ റൂം റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി, അതിൻ്റെ വീഡിയോസ് എല്ലാം പോയി കേട്ടോ. അപ്പോൾ സംഭവം അന്നത്തെ വീഡിയോ എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞേ തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടേ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊരു 2 മണി, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങി. 25-ാം തീയതി രാവിലെയാണ് വർക്ക്, വെളുപ്പിനെയാണ് വർക്ക്. അപ്പം നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് സ്റ്റേ ചെയ്യാതെ അവിടെ വർക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ടയേർഡാവും. പിന്നെ വെളുപ്പിനെ നമ്മൾ ഇറങ്ങണം. ഭയങ്കര ഒരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്താണ് വർക്ക് എടുത്തിരുന്നത് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങി. 24-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങി. 24-ാം തീയതി ഒരു 7:30-8 മണിയായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഗീതുവിൻ്റെ വീട്ടിൽ. അങ്ങനെ അവിടെ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അവിടുത്തെ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മളവിടെ എത്തുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. പോകുന്ന വഴി വണ്ടി നല്ല കുലുക്കമായിരുന്നു കേട്ടോ. അപ്പം നല്ല കുലുക്കമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ കുലുങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ കാറ്റ് കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ എന്താ ചെയ്തു, വർക്ക്ഷോപ്പിൽ കയറി, അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കയറി കാറ്റടിച്ചു കേട്ടോ. പിന്നീട് ആയപ്പോഴും ആ കുലുക്കൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ സംശയം കാരണം നമ്മൾ റൂമിലെത്തി ഇറങ്ങാൻ നേരത്ത് ഞാൻ ജസ്റ്റ് ടയറിൽ നോക്കിയപ്പം ടയറിൽ നിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ പുറത്തോട്ട് ചാടിയിരിപ്പുണ്ട്. കമ്പിയൊക്കെ പുറത്ത് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കരുതിയത് എന്താണ്, അത് ഇറങ്ങിയപ്പോഴേ അങ്ങനെ ആയിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ കാണിച്ചിരുന്നത് കേട്ടോ. അയ്യോ, ടയർ പണിയായി എന്ന് പറയണത്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയി. നമ്മൾ കാറ്റടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ വർക്ക്ഷോപ്പിൽ പോയി തന്നെ കാറ്റടിച്ച് മീൻസ് എയർ അടിച്ച വർക്ക്ഷോപ്പിൽ തന്നെ പോയി നമ്മൾ എന്ത് ചെയ്തു, ടയർ നോക്കി. ടയറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ റീയൂസ്ഡ് ഒരു ടയർ എടുക്കുകയാണ് ചെയ്തത്. യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടയർ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ആ ടയർ കിട്ടിയത് തന്നെ വലിയ കാര്യം, കാരണം 9 മണി സമയമാണ്, എല്ലാ ഷോപ്പും അടച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും കായംകുളത്തോട്ട് പോകണം, ഗീതുവിൻ്റെ മന്ത്രകോടി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതൊരു ക്രിസ്ത്യൻ മേക്കോറാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അവിടുത്തെ ടയറൊക്കെ മാറ്റി നമ്മൾ നേരെ റൂമിലോട്ട് വന്നു. വന്നിട്ട് രാവിലെ 2 മണിക്കാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ടൈം. രാവിലെ എണീറ്റു, ഗീതുവിനെ ഒരുക്കി. ഗീതുവിന് മിനിമം ആയിട്ടുള്ളൊരു മേക്ക് ഓവർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുട്ടിയടിക്കുന്ന രീതിയിലൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും ഇപ്പോൾ സ്കിൻ ടോൺ മേക്കപ്പാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. എയർ ബ്രഷ് മേക്കപ്പാണ് നമ്മൾ കൊടുത്തത് ഗീതുവിന്. അയ്യോ, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ ഗീതു മാത്രമല്ല, ഗീതുവിൻ്റെ പേരൻസ് ആവട്ടെ, ഫാമിലി ആവട്ടെ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നിരുന്നില്ല. ഗീതുവിനെ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എൻ്റെ ഉണ്ട്, അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഭയങ്കര സങ്കടം തോന്നുന്നു കേട്ടോ.
ഇതാണ് ഗീതുവിൻ്റെ വീടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗീതു ആണ് കേട്ടോ ആ വെള്ള ചുരിദാറിട്ട് നിൽക്കുന്നത്. പിന്നീട് നമ്മൾ ടയർ ചെക്ക് ചെയ്യണയൊക്കെ രംഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷോർട്സ് ആക്കി ഇട്ട സമയത്തുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ഡിലീറ്റായി പോവുകയാണ് ചെയ്തിരുന്നത്. വെളുപ്പിന് 2 മണിക്ക് ഷാർപ്പ് കറക്റ്റ് ടൈമിന് നമ്മൾ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന ആൾ മുട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് 2 മണിക്ക് തന്നെ എത്തി. ഒരു എയർ ബ്രഷ് മേക്കപ്പാണ് കൊടുത്തിരുന്നത്. സ്കിൻ ടോൺ അനുസരിച്ചുള്ള എയർ ബ്രഷ് മേക്കപ്പ് നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ. ഹെവി ആയിട്ട് കൊടുക്കാൻ പറ്റും, ലൈറ്റ് സ്കിൻ ടോൺ അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഗീതുവിൻ്റെ ഫാമിലിയിൽ മേക്കപ്പ് ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. കാരണം പള്ളിയിൽ വെച്ചിട്ടുള്ള ചടങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിരുന്നത് കേട്ടോ. അങ്ങനെ ഗീതുവിനെയൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഗീതുവിൻ്റെ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്തോട്ട് കായംകുളത്തോട്ട് പോയി. അവിടെ ഞാൻ ഇതുവരെയും ക്രിസ്ത്യൻ വെഡ്ഡിങ് ഫുള്ള് കണ്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ആ ഒരു ടൈം ആകുമ്പോൾ കയറി ചെല്ലുക, കാണുക, ഫുഡ് കഴിക്കുക, ഇറങ്ങി വരിക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ഏകദേശം നമ്മളൊരു 1 hour പിന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും ചടങ്ങുകൾ കണ്ടു കേട്ടോ. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിങ് കാണുന്നത് ഞാൻ പറയായിരുന്നില്ല സിനിമയ്ക്ക് പോയി എന്ന്. സിനിമയ്ക്കൊക്കെ പോയതിന് ശേഷം നമ്മൾ റൂമിലോട്ട് വന്നതാണ് കേട്ടോ. പത്തനംതിട്ട റൂമിലോട്ട് വന്നതാണ്. ധന്യ നല്ല ടയേർഡായിരുന്നു. നല്ല ടയേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ബോഡി ഭയങ്കര വീക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ വീക്ക് ആവണേന്ന്. പക്ഷേ അതല്ല, എന്നേക്കാൾ സ്പീഡപ്പായിട്ട് ബോഡി വീക്കാണ് ധന്യയുടേത്. അവൾക്ക് നല്ല രീതിയിൽ ക്ഷീണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി. റൂമിൽ പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ നമുക്കൊരു സാരി പ്രീപ്ലീറ്റും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം പത്തനംതിട്ടയുള്ള വർക്കിൻ്റെ, അതായത് ബ്രൈഡിൻ്റെ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പം ധന്യയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ സാരി ഇതുവരെ നമ്മളെ കയ്യിലെത്തിയിട്ടില്ല. കാരണം അവിടുത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവരുടെ നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് സാരി കൊണ്ടുവരണം. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് സാരി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊണ്ടുവന്നു. അവർ താഴെ ഹോട്ടൽ റൂമിൽ കൗണ്ടറിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് പിന്നെ ഫുഡൊന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ണെണ്ണം ചിലപ്പം പുറത്തോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യും, ചേട്ടൻ പോയിട്ട് വരുമ്പോഴത്തേക്കും കൗണ്ടറിൽ നിന്ന് സാരിയും കൂടെ എടുത്തുകൊണ്ട് വാ. ഞാൻ രാവിലെ എണീറ്റ്, കാരണം 2 മണിക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. 2:30ക്കാണ് ബ്രൈഡിൻ്റെ വീട്ടിലെത്തുമെന്നും പറഞ്ഞത്. അപ്പോൾ ഞാൻ 1 മണിക്ക് എണീറ്റ് ഞാൻ പ്രീപ്ലീറ്റ് ചെയ്തോളാം, ധന്യെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. സാധാരണ പ്രീപ്ലീറ്റൊക്കെ വരുമ്പോഴേക്കും ഞാനും തന്നെയും കൂടെ നിന്നാണ് പ്രീപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അവൾ കിടന്ന് ഉറങ്ങട്ടെ. എനിക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടിയിരുന്നില്ല, ഒട്ടും കിട്ടിയിരുന്നില്ല. സംഗതി റൂമാണ്, ഉറങ്ങാൻ പറ്റും, നല്ല സൗകര്യങ്ങളുണ്ട്, 2 റൂം ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. കണ്ണ് അടയ്ക്കാൻ പോലും പറ്റിയിരുന്നില്ല. ഒരു പോളെ ഞാൻ കണ്ണടച്ചിരുന്നില്ല. പക്ഷേ ടയേർഡ് ഫുള്ള് പകലുമായിരുന്നു കേട്ടോ. എൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസമൊക്കെ ഞാൻ മോനോട്ടനെ വിട്ട് മാറി നിന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ 2 രാത്രിയാണ് ഞാൻ അവനെ വിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ആരോടും പറഞ്ഞിരുന്നില്ല. കിടക്കാൻ നേരത്ത് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കൊച്ചിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമം. സാധാരണ അവൻ എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് രാത്രി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അവനെ വീഡിയോ കോളൊക്കെ ചെയ്തു, അവിടെ ഓക്കെയാണ്, അവൻ കളിയും ചിരിയും ബഹളമൊക്കെയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയിരുന്നില്ല. കൂടിപ്പോയാൽ ഞാൻ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 2 ദിവസവും കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അത്രയൊക്കെ ഞാൻ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. 26-ാം തീയതി വെളുപ്പിന് 2 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ട നമ്മൾ എത്തണ്ട. ആ കുട്ടിയുടെ വീട് കറക്റ്റ് പ്ലേസ് ഞാൻ മറന്നുപോയി. ആനന്ദപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്തും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയായിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. 100 വട്ടം നമ്മൾ റൂം നോക്കി കേട്ടോ, എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായിട്ടുണ്ടോ എന്ന്. കാരണം എനിക്ക് പേടിയാണ്. കാരണം ഇവിടെ എങ്ങും നമുക്ക് ഇനി വന്നൊന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ബാഗിൽ നിന്നല്ല കാറിൽ നിന്ന് നമ്മൾ ഒരുപാട് ബാഗൊന്നും പുറത്തോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മേക്കപ്പിൻ്റെ ബാഗൊക്കെ അതിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പിന്നീട് രാവിലെ അങ്ങ് പോവുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ വെച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എടുക്കണ്ടെന്ന് കരുതിയിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ആയിപ്പോയോ എന്ന്. കാരണം ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ടേ വരത്തുള്ളൂ. ഭാഗ്യം പോലെ ഒന്നും ഞാൻ ഇട്ടില്ല. ഇത്തവണ എങ്ങും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ ഓർമ്മിച്ച് എടുത്ത് വെച്ച് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ സ്നാക്സ് ഐറ്റംസ് ഇച്ചിരി ഹെവി ആയിട്ട് കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് രാത്രി ഒന്നും കഴിക്കാതിരുന്നത് കേട്ടോ. അപ്പം രാവിലെ എണീറ്റില്ലേ, 2 മണിക്ക് എണീറ്റ്, 2 മണിക്കല്ല, ഞാൻ 1 മണിക്ക് എണീറ്റ് സാരി പ്രീപ്ലീറ്റൊക്കെ ചെയ്തു. തന്നെ ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എണീറ്റപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ് കേട്ടോ. അപ്പോൾ രാവിലെ അവിടെ എങ്ങും കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി
സെറ്റ്. ഈ മോളെയാണ് നമുക്ക് ഒരുക്കാൻ വേണ്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക സിമ്പിളായിട്ടൊരു മേക്കപ്പാണ്. അപ്പോൾ ആൾക്ക് കല്യാണമാണ്. പക്ഷേ ആദ്യം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ലെഹങ്ക മോഡലാണ്. പിന്നീട് ആൾ സാരി ഉടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആളുടെ സാരിയാണ് നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. നമുക്ക് അതിന് നിൽക്കാനുള്ള സമയം നമുക്കില്ല. നമുക്ക് ഇനി എനിക്ക് കടക്കിൽ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്. ധന്യയ്ക്ക് കാരേറ്റ് എൻഗേജ്മെൻറ്റ് 1-2 എൻഗേജ്മെൻറ്റ് മേക്കപ്പുകളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് എന്നെ ഇവർ കടക്കിൽ ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് കാരേറ്റോട്ട് ധന്യയും കണ്ണണ്ണനും കൂടെ പോകും കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂട്ടി ഞാൻ അത് പറയാൻ മറന്നുപോയില്ല. എൻ്റെ സ്കൂട്ടി ഞാൻ കടക്കൽ 24-ാം തീയതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രൈഡിൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് ആ മോളുടെ സാരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ നമ്മൾ തൊടുപുഴ നിന്നപ്പോഴേ പ്രീപ്ലീറ്റൊക്കെ ചെയ്ത് വെച്ചു. എല്ലാം ഓൾറെഡി സെറ്റായിരുന്നു. പക്ഷേ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു ലോങ് വർക്ക്, ഇത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കടക്കിലോട്ട് പോകുന്ന വഴി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ സ്നാക്സ് ഐറ്റംസേ ഉള്ളായിരുന്നു, ഓയിലിൻ്റെ ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വെളുപ്പാങ്കാലത്ത് ഓയിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. പക്ഷേ എന്തെങ്കിലും കഴിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ തള്ളിപ്പോവും. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ നമ്മളെ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കണ്ണണ്ണനായാലും ധന്യയ്ക്കായാലും നമുക്ക് 3 പേർക്കും ചെറിയൊരു ടെൻഷൻ വന്നത് കാറിൻ്റെ കാര്യത്തിലാണ് ടെൻഷൻ വന്നത്. എന്നിരുന്നാലും നമുക്ക് അഥവാ അത് ചെറിയ രീതിയിൽ പണിയാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും വഴികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം പോലെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓരോ വർക്കിൻ്റെ ഇടയിൽ ഒരു 1 hour നമ്മൾ നീട്ടിയിട്ടിട്ടാണ് നമ്മൾ എല്ലാ വർക്കുകളും ഷെഡ്യൂൾ ചെയ്തിരുന്നത്. നമ്മളെല്ലായിടവും എത്തിച്ചത് കണ്ണണ്ണനാണ്. അപ്പോൾ കണ്ണണ്ണന് റെസ്റ്റ് എടുക്കാനുള്ള സമയവും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയവും പ്രത്യേക റൂമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ടയേർഡായിട്ടുള്ള, ഇത്രയും ലോങ് ഒക്കെ വരുമ്പോൾ അത്രയും ടയേർഡാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ണണ്ണന് മാക്സിമം ഭയങ്കര ഒരു ഉറക്കമില്ലായ്ക അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ടേ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കും തന്നെയൊക്കെയാണ് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം വന്നത് കേട്ടോ. കാറിൽ നിന്ന് പോലും നേരെ പോയി ഉറങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറയുമല്ലോ, എനിക്ക് ഉറക്കം ഒട്ടും കിട്ടിയിരുന്നില്ല. മോനോട്ടനെയൊക്കെ ഓർത്ത് ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കടക്കിലെത്തി. അപ്പോൾ എന്നെ ഇവരിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ നേരെ കാരേറ്റ് പോയി. അവിടെ ഒരു 3 വർക്കും കൂടെ ഉണ്ട്. അപ്പോൾ പാർലറിൽ വെച്ചിട്ട് അപ്പോൾ അവൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഇത് ഗായത്രിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗായത്രി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പ്രത്യേകിച്ച് സൗന്ദര്യ സങ്കല്പത്തിനെക്കുറിച്ച് ഓവറായിട്ടുള്ള ഒരു അഭിപ്രായമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഞാൻ നല്ല സുന്ദരിയായിരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ നിർബന്ധം. പിന്നെ ആൾ ഫുള്ള് ഈ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരുങ്ങണം, അങ്ങനെ വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെയ്തിരുന്നില്ല. ആൾ ഭയങ്കര ഒരു വിശ്വാസമാണ് കേട്ടോ നമ്മളിൽ ഏൽപ്പിച്ചിരുന്നത്. നിങ്ങൾ നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസാണ് നമുക്ക് തന്നിരുന്നത്. പിന്നെ ആൾ ഭയങ്കര ഒരു സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയ എല്ലാ ബ്രൈഡും അങ്ങനെ തന്നെ. ഇപ്പോൾ പത്തനംതിട്ടയിലെ ആ കുട്ടിയാണെങ്കിൽ കൂടി, എനിക്ക് ആ കുട്ടിയുടെ പേര് മറന്നു കേട്ടോ. ഈ വർക്കും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിച്ചിരി ഉറങ്ങാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് വിചാരിച്ചു പോയി. കാറായാലും കുഴപ്പമില്ല, ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പോയി. അതിനിടയ്ക്ക് ഗായത്രി പറയുന്നുണ്ട്, ചേച്ചി നിങ്ങൾക്ക് റൂം തരാം, നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇവരൊക്കെ കല്യാണം കഴിഞ്ഞിപ്പോൾ പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഞാൻ നേരെ കാരേറ്റ് പോകാമെന്ന്. കാരേറ്റ് പോയി ധന്യയുടെ വീട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ മുന്നേ അതൊന്നും നടന്നിരുന്നില്ല. ഇവിടെ രണ്ട് സാരി മാറാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള 2 സാരി. കാരറ്റ് പോയി ഞാനും ധന്യയും കണ്ണനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ഇവിടെയുള്ള എല്ലാവർക്കും മേക്കപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് കാരറ്റ് പോയി അവിടെ നിന്ന് സ്കൂട്ടി വെച്ചിട്ട് ഞാൻ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. കാരണം ഇനി ധന്യയും കണ്ണനും കൂടെ വരും, കാറിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി ഗായത്രിയുടെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനേ തോന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു തലേദിവസത്തെ വീഡിയോ ഒക്കെ കിടക്കയില്ലേ, അതൊക്കെ ഇടാമെന്ന് കരുതി. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ തലേദിവസത്തെ വീഡിയോയും പോയി, എല്ലാം പോയി കേട്ടോ, എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ ഞാൻ കാരേറ്റ് നിന്നപ്പോഴേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ആ വണ്ടി ഇരുന്നൊരു 10 മിനിറ്റ് ഉറങ്ങണമെന്ന് വിചാരിക്കും. എനിക്ക് നല്ല ക്ഷീണമുള്ള അപ്പോൾ ഒരു 10 മിനിറ്റ്, ഒരുപാടൊന്നും വേണ്ട, 10 മിനിറ്റ് കണ്ണടച്ചാൽ മതി, ആ ക്ഷീണം അങ്ങ് മാറും.
കാരേറ്റിൽ നിന്നൊരു അരമണിക്കൂറോളം യാത്രയുണ്ട് കടക്കിൽ ഈ ഓഡിറ്റോറിയത്തിലോട്ട്. അപ്പം അത് പിന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റ് ആവുമേ. അപ്പോൾ അവിടെ എത്തി കാറിൽ ഇരുന്നൊരു 10 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവും. 10 മിനിറ്റും ഇല്ല, ഒരു 5 മിനിറ്റ് അത്രയൊക്കെ എത്തുള്ളൂ. എന്നിരുന്നാലും ഞാൻ ഇച്ചിരി ഒന്ന് ആക്റ്റീവായി. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചടങ്ങ് നടക്കണതേ ഉള്ളൂ. 12:30ക്കാണ് കെട്ട് കഴിഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഗായത്രിയോട് പറഞ്ഞടാ ഞാൻ 1 മണിക്ക് വന്നാൽ മതിയല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി 12:30ക്ക് തന്നെ വരണമെന്ന്. പിന്നെ ഞാൻ അവരുടെ ഇഷ്ടത്തിന് 12:30ക്ക് തന്നെ വന്നു കേട്ടോ. അയ്യോ നമ്മളൊക്കെ കോഴി പൂട പിന്നെയാണൊക്കെ ഇരിക്കുകയാണ്. കാരണം സ്വാഭാവികം ഇത്രയും ദൂരം യാത്ര പോകുമ്പോഴത്തേക്കും നല്ല ക്ഷീണം വരും. എനിക്ക് ലോങ് ഒക്കെ വർക്ക് കിട്ടുമ്പോൾ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ തൊഴിലാണ്, നമ്മളെ കൂടുതൽ മടിയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എടുത്തേ പറ്റൂ, വർക്ക് എടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളെടുക്കും. നമ്മൾ പിന്നെ അങ്ങനെ നെഗറ്റീവ് കണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരും, നമ്മളിങ്ങനെ ഇരുന്നാൽ മതി, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം റിസൾട്ട് നമുക്കുണ്ടായിരിക്കും. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഇന്നതൊക്കെ ചെയ്തു നമ്മുടെ ജീവിതത്തിൽ. ഒരു ജീവിതത്തിൻ്റെ പകുതി എത്തുന്നവരെയും നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് തിരിഞ്ഞു നോക്കാൻ ഒരുപിടി നല്ല കാര്യങ്ങളുണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടൈം വേസ്റ്റ് ചെയ്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനിയും ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ദിശയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഏത് ദിശയിലോട്ടാണ് പോകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ഫ്ലോ കിട്ടുന്നു, അതുവഴി അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഗായത്രിയെ 2 സാരിയും ചേഞ്ച് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ സദ്യയും കൂടെ കഴിച്ചു കേട്ടോ. കാരണം വെയിറ്റിങ്ങിൻ്റെ ടൈമുണ്ട്. നേരിയ സാരി ഉടുത്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളും കൂടെ പോയി ഫുഡ് കഴിച്ച് പായസമൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് അനങ്ങാനും വയ്യ ഇരിക്കാനും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അയ്യോ, പായസം കുടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്ഷീണം എന്തെന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റിസപ്ഷൻ മേക്കപ്പ് കൂടെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഈ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ വെഞ്ഞാറമൂട് വെള്ളുമണ്ണടിയിലെ വർക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ റീച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് ഈ റിസപ്ഷൻ വർക്കോട് കൂടി ഇന്നത്തെ ദിവസത്തെ വർക്കുകളൊക്കെ അങ്ങ് തീർന്നു കേട്ടോ. അപ്പോൾ ഇനി ഉള്ളത് ഇവിടം കൊണ്ടും തീരുന്നില്ല. ഇനി മാമൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഇനി അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അമ്മയും കുഞ്ഞും നേരെ അങ്ങ് പോയിട്ടുണ്ട്. അത് കടക്കലാണ് കേട്ടോ. കടക്കലല്ല, അത് കല്ലുവെട്ടാൻകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ എൻ്റെ സ്കൂട്ടി ഞാൻ കാരേറ്റ് വെച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് നേരെ അമ്മയും കുഞ്ഞും നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകണം, അമ്മൂൻ്റെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഇവരോട് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സ്കൂട്ടി എടുത്തൊരു 1/2 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാമല്ലോ, ശരിക്കും തള്ളിപ്പോയി എന്നോണം പറയാം. കാരണം ഉറക്കം വരുന്നുണ്ട്. കണ്ണ് തുറന്നിരുന്നിട്ട് പോലും കണ്ണിൽ ഉറക്കം പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവ് ചെയ്യണോണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും മോനോട്ട് 2 ദിവസം കാണാതിരുന്ന് എന്നെ കാണുന്നതാണേ. അപ്പോൾ ഇഷ്ടമുണ്ടായിരുന്നു, സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നിർബന്ധം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ. പിന്നെ 1-2 പറഞ്ഞ് സോപ്പിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും അമ്മയും കുഞ്ഞും കൂടെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ എത്തിയ സമയത്ത്. മാക്സിമം നേരത്തെ എത്താൻ നോക്കിയതാണ്. പക്ഷേ എല്ലായിടവും ഓടി എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ എല്ലാവരും വന്നും പോയേക്ക് നിൽക്കുന്ന സമയം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ സ്കൂട്ടിയിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നം വന്ന് മോനിട്ടന് പിന്നെ രാത്രിയിൽ നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അന്നത്തെയും ഉറക്കം ജഗപോക തന്നെയായിരുന്നു. ശരിക്കും തള്ളിപ്പോയി കേട്ടോ. പിന്നെ അവരെയും കൊണ്ട് തിരിച്ച് ട്രാവൽ ചെയ്ത് വീടെത്തിയപ്പോഴത്തേക്കും കിളി പറന്ന്. ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് 29-ാം തീയതിയാണ്. മെനഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ വരുന്നത്. അപ്പം മോനോട്ടന് അന്ന് രാത്രി നല്ല പനിയായിരുന്നു. ഇന്നലെ അപ്പം ഉറക്കമൊക്കെ ചെറിയതായിട്ടേ കിട്ടിയിട്ടുള്ളൂ, വലുതായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഇന്നലെ രാവിലെ പിന്നെ ഞാൻ 9 മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ വന്ന് മോനോട്ടനെ ആക്കിയിട്ട് പിന്നെ പാർലറിൽ പോയി പിന്നെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസമൊക്കെ പാർലറിൽ കയറാതിരുന്നത് കൊണ്ട് ആ ദിവസത്തെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പകലും ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി മോന് നല്ല പനിച്ച് പൊരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പനിച്ച് പൊരിയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു 10 മണി വരെ കിടന്നുറങ്ങി കേട്ടോ. 10 മണി വരെ കിടന്നുറങ്ങിയിട്ടാണ് എണീറ്റത്. കാരണം അത്രയും ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ടാറ്റ ബൈ ബൈ സി യു. കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റത്തില്ല, ഇങ്ങനെ വീഡിയോ ഡിലീറ്റായി പോകുന്ന അബദ്ധം പറ്റത്തില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുമുണ്ട് ഇനി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു.